നന്ദി അജിനി ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1932 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ജോളി ജനാർദ്ദനൻ മാഡമാണ്. ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി തൃശ്ശൂരിൽ മുൻ സൂപ്രണ്ട്. വിരമിച്ചതിന് ശേഷം സ്വന്തം വീട്ടിൽ ചികിത്സ തുടരുന്നു. IHKയുടെ ടീച്ചിങ് ഫാക്കൽറ്റിയും മറ്റ് സംഘടനകളിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വം. 43 വർഷത്തിലധികം ചികിത്സാ പരിചയം. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിലെ 2ാം ഭാഗമായാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഇന്ന് എടുക്കുന്ന ക്ലാസ് തൈറോയിഡ് രോഗങ്ങൾ. ഈ ക്ലാസ് എടുക്കുന്നതിന് ജോളി ജനാർദ്ദൻ ഡോക്ടറിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. നമസ്കാരം മാഡം, കേൾക്കാമോ? കേൾക്കാം. കാണാമല്ലോ. വീഡിയോ ഓൺ ആയില്ലല്ലോ. വീഡിയോ ഓൺ ആയില്ലെന്നു. നോക്കാം. നമസ്കാരം മാഡം, നമസ്കാരം. IFPHന്റെ എല്ലാ പ്രമുഖ ഡോക്ടർമാർക്കും ധനേഷ് ഡോക്ടർക്കും മറിയമ്മ മാഡത്തിനും നമസ്കാരം. ആരംഭിക്കട്ടെ. ആരംഭിക്കാം. തൈറോയ്ഡ് ഡിസീസസ് ആൻഡ് മാനേജ്മെന്റ്സ് ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ ഡിസീസ് ആൻഡ് മാനേജ്മെന്റിന് മുൻപ് പറയുന്ന ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് തുടക്കത്തിലേ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുമെങ്കിൽ വളരെയധികം എഫക്റ്റീവായിട്ട് ആ രോഗത്തെ നമ്മൾക്ക് ചികിത്സിക്കാൻ പറ്റും. അതാണിപ്പോൾ ശ്രദ്ധിച്ച് ഒരു രോഗിയെ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന്റെ ആന്റിബോഡി, അതിന്റെ പ്രത്യേകമായ രോഗമുണ്ടാക്കുന്ന ആന്റിബോഡി ശരീരത്തിൽ കയറുമ്പോൾ തന്നെ കണ്ടുപിടിച്ച് ആ രോഗങ്ങളെ, തൈറോയിഡും അടക്കം മറ്റുള്ള എല്ലാ ഇൻഫ്ലമേറ്ററി റൊമാറ്റിക് ഡിസീസസും തടയാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇത്രയും കാലം ശ്രദ്ധിച്ച് രോഗികളെ പഠിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ഒരു വെറും തിയറി കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. ഇവിടെ സ്ക്രീൻ ഇട്ടിട്ടുണ്ട്, അത് ആദ്യം നോക്കാം അല്ലേ മാഡം? ആദ്യം നോക്കട്ടെ, സ്ക്രീൻ ഷെയർ ചെയ്താലോ? അങ്ങനെ മാഡം, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് അങ്ങനെ നിൽക്കട്ടെ. എന്തോ മാഡം? അല്ല, സ്ക്രീനും കൂടെ വെച്ചത്. അല്ല, സ്ക്രീൻ ഇപ്പൊ വെക്കാൻ വരട്ടെ. ഞാൻ ആദ്യം 1-2 കേസ് ഡിസ്ക്രൈബ് ചെയ്യാൻ വരുന്നു. സ്ക്രീൻ അവിടെ ഇരിക്കട്ടെ, സ്ക്രീൻ അവിടെ ഇരുന്നോട്ടെ. അപ്പോ ഏർലിയസ്റ്റ് ഡിറ്റക്ഷൻ എങ്ങനെയാണ് തൈറോയിഡിൽ ഏർലി ഡിറ്റക്ഷൻ വരുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. ഒരു സാധാരണയായി ഒരു ഹൈപ്പോതൈറോയിഡിസം ഹഷിമോട്ടോസ് തൈറോയിഡിസ് ആവുമ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് അതിന്റെ എല്ലാ സിംറ്റം വന്ന് തൈറോയിഡിനെ ഇൻഫ്ലമേഷൻ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഹൈ ആയിട്ട് TSH പോയി കഴിഞ്ഞും ഒരു 25-30 എബവ് TSH വരുമ്പോൾ മാത്രമാണ് ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആണ് എന്ന് വിചാരിച്ച് ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കുന്നത്. അങ്ങനെ അല്ല എന്നുള്ളതാണ് ഒരു കേസുകൾ എടുത്ത് പഠിച്ചതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്നത്. അതായത് TSH നോർമൽ ആണെങ്കിൽ പോലും രോഗിക്ക് തൈറോയിഡിന്റെ ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ DPO ആന്റിബോഡി, ആന്റി തൈറോഗ്ലോബുലിൻ ആന്റിബോഡിയും ചെക്ക് ചെയ്യണം. കാരണം ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഏറ്റവും നമ്മൾ അത് ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഒരു TSH നോർമൽ ആണെങ്കിലും ആ രോഗി നിരന്തരം മുടി കൊഴിച്ചിൽ, ക്ഷീണം,
തളർച്ച, ഇതെല്ലാം വരുമ്പോൾ നമ്മൾ TSH ഹൈ ആയി, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആയി, അതിനുശേഷം പോയിട്ട് TPOയും ആന്റി TPO നോക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അപ്പൊ ഫ്ലെയറിംഗ് അപ്പ് ആയിക്കഴിഞ്ഞു. ഒരു ചെറിയ തീപ്പൊരിയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുമ്പോൾ തൈറോയിഡിന്റെ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഇൻഫ്ലമേറ്ററി ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വളരെ സാവധാനം ഡെവലപ്പ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ ഡെവലപ്മെന്റിന് തുടക്കത്തിലെ നമ്മൾ ആന്റി TPOയും ആന്റി തൈറോഗ്ലോബുലിൻ ആന്റിബോഡിയും നോക്കി ആന്റിബോഡി ഉണ്ടായിരിക്കും അവിടെ. അത് നമ്മൾക്ക് വെറും ഒരു നാട്രമ്യൂർ 10 കൊണ്ടോ, അല്ല സോറി, ഹൈപ്പർ തൈറോയിഡിസത്തിനാണ് നാട്രമ്യൂർ 10, ഹൈപ്പോ തൈറോയിഡിസം നാട്രമ്യൂർ 6x, അല്ലെങ്കിൽ ഒരു സ്പോഞ്ചിയ, അല്ലെങ്കിൽ ഒരു ഐഡം, വെറും ഒരു അല്ലെങ്കിൽ ഒരു ഹയർ പൊട്ടൻസി നിസ്സാരമായിട്ട് മാറ്റാൻ പറ്റും. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ആന്റിബോഡികൾ നോക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പോ റുമാറ്റിക് പ്രശ്നങ്ങളിൽ HLA എന്ന് പറഞ്ഞ ഒരു ജനറ്റിക് ട്രാൻസ്മിഷൻ ചെയ്യുന്ന ഹിസ്റ്റോകോമ്പാക്റ്റബിലിറ്റി ലൂക്കോസൈറ്റ് ആന്റിജൻ പ്രസന്റ് ആണ്. ആ ഫാമിലി ഹിസ്റ്ററി ഉള്ളപ്പോൾ നമ്മൾ ഈ HLA പരിശോധിച്ചാൽ തന്നെ ഈ രോഗിയുടെ അഡ്വാൻസ്ഡ് സ്റ്റേജ് നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. ഹോമിയോപ്പതി വെറും ചിക്കൻ ബോക്സിന്റെ പ്രതിരോധം മാത്രമല്ല, ചിക്കൻ ബോക്സ് വരാതിരിക്കാനോ മീസൽസ് വരാണ്ടിരിക്കാനോ ഉള്ള പ്രതിരോധമല്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൽ അതിന്റെ എല്ലാ ആന്റിബോഡികളും നേരത്തെ പ്രസന്റ് ചെയ്യും. ആ ആന്റിബോഡികൾ നേരത്തെ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടുത്തമാണ് ഇന്നിവിടെ പറയുന്നത്. തൈറോയിഡ് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഹൈപ്പർ തൈറോയിഡിസത്തിന് ഭയങ്കര ചൂടായിരിക്കും, ഹൈപ്പോന് ഭയങ്കര തണുപ്പായിരിക്കും. ഇതൊക്കെ പറഞ്ഞാലും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് തന്നെ HLA വഴി അല്ലെങ്കിൽ ആന്റിബോഡി അതിന് എഗെയിൻസ്റ്റ് ആയ ആന്റിബോഡി വഴി കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം. 2 കേസ് പെട്ടെന്ന് പറയാം, കാരണം കുറച്ച് കേസുകൾ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഉള്ളതല്ലേ. അപ്പോ തൈറോയിഡ് ഏർലി ഡിറ്റക്ഷൻ നടത്തേണ്ടതിന്റെ ഉദാഹരണം ഒരു ടീച്ചറാണ് പ്രവീണ പേര്. ഇവിടെ വന്നത് വോക്കൽ കോഡ് നോഡ്യൂൾ ആൻഡ് പോളിപ്പോയിഡ് ചേഞ്ചസ് ഓഫ് വോക്കൽ കോഡ് നോഡ്യൂൾ. സർജറി ഫിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു 2 ആഴ്ചക്കുള്ളിൽ സർജറി ചെയ്യണം. ഒട്ടും ശബ്ദമില്ല, ക്ലാസ് എടുക്കാൻ യാതൊരു വിധത്തിൽ നിവർത്തിയില്ല. കാരണം വോക്കൽ കോഡിൽ പോളിപ്പും ആൻഡ് നോഡ്യൂളാണ്. ആ നോഡ്യൂൾ എങ്ങനെ ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന നോഡ്യൂൾ. അതായത് പോളിപ്പോയിഡ് ചേഞ്ചസ് ഓഫ് ലെഫ്റ്റ് വോക്കൽ കോഡ് വിത്ത് ബൈലാറ്ററൽ വോക്കൽ നോഡ്യൂൾ. വോക്കൽ നോഡ്യൂൾ ഉള്ളിലോട്ട് അമർന്നിട്ട് സംസാരിക്കാൻ പറ്റൂല. അങ്ങനെ ടീച്ചർ ക്ലാസ് എടുക്കാൻ പോലും പറ്റാണ്ടാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. സർജറി ഫിക്സ് ചെയ്തിട്ട് ഒന്ന് ഹോമിയോ മെഡിസിൻ നോക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. നമ്മൾക്ക് ഈ വോക്കൽ കോഡ് പോളിപ്പിന്റെ ഏറ്റവും നല്ല മരുന്ന് ബോറിക്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബെറിബെറിസ് വൾഗാരിസ് ആണ്. അത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ത്രോട്ട് വോക്കൽ കോഡ് പോളിപ്പ് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. എപ്പോഴും ഗൗട്ടിന് കൊടുക്കും, കിഡ്നി സ്റ്റോണിന് കൊടുക്കും, വോക്കൽ കോഡ് പോളിപ്പിന് കൊടുക്കണം. ബെറിബെറിസ് വൾഗാരിസ് 30 അവിടെ കൊടുത്തു. പിന്നെ അവിടെ നോഡ്യൂളും ഉണ്ട് പോളിപ്പും ഉണ്ട്. നമ്മൾ തൂജ 3x ബെറിബെറിസ് വൾഗാരിസ് 30 കൂടി കൊടുത്തു. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ കുറെ കുറഞ്ഞു, ശബ്ദം വരാൻ തുടങ്ങി. ഒരു സാങ്ഗ്വിനേറിയ നൈട്രിക്ക 30 കൂടി കൊടുത്തു, അഡീഷണൽ ആയിട്ട് കൊടുത്തു. ബെറിബെറിസ് 1 നേരമാക്കി, സാങ്ഗ്വിനേറിയ 2 നേരമാക്കി. വോക്കൽ കോഡ് പോളിപ്പ് ഒരു 2 മന്ത് കഴിഞ്ഞപ്പോൾ ഈ വോക്കൽ കോഡിലെ കംപ്ലീറ്റ് നോഡ്യൂളും പോയി, ഒരു ചെറിയ പോളിപ്പ് മാത്രം ബാക്കിയായി. അതിന്റെ റിപ്പോർട്ടാണ് ഇവിടെ വെച്ചത്. കംപ്ലീറ്റ് അത് മാറി. ആദ്യം ഉണ്ടായിരുന്നത് നോഡ്യൂള് കംപ്ലീറ്റ് പോയി. പക്ഷേ ഇവിടെ എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഇവരെ നെക്കിലാണല്ലോ ഈ പ്രശ്നം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരോട് ഏറ്റവും വേഗം പോയിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാൻ പറഞ്ഞു. അൾട്രാസൗണ്ട് സ്കാൻ അവരെടുത്തുകൊണ്ട് വരുമ്പോൾ എത്ര അതിശയം, ഏർലി ഫീച്ചേഴ്സ് ഓഫ് തൈറോയിഡൈറ്റിസ്. അത് ഏർലി ഫീച്ചേഴ്സ് ഓഫ് തൈറോയിഡൈറ്റിസ് കണ്ടപാടെ ഉടനെ ആന്റി തൈറോപൈറോക്സിലേറ്റ് ആന്റിബോഡി, ആന്റി തൈറോഗ്ലോബുലിൻ ആന്റിബോഡി നോക്കിക്കോളാൻ പറഞ്ഞു. കാരണം തൈറോയിഡൈറ്റിസുകളെല്ലാം തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ആണ്.
ആ ആന്റിബോഡി നോക്കുമ്പോൾ TSH ലെവൽ നോർമലാണ്. പക്ഷേ അവിടെ ആന്റിബോഡി രണ്ടും പോസിറ്റീവാണ്. തൈറോപൈറോക്സിലിൻ ആന്റിബോഡിയും ആന്റി തൈറോഗ്ലോബുലിൻ ആന്റിബോഡി എന്താന്ന് നമുക്ക് ഇപ്പൊ തന്നെ അത് ഞാൻ പറയാം. അപ്പോ ഇത് അലോപ്പതി ഡോക്ടറാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി സർജറി വേണ്ട, കംപ്ലീറ്റ് നോഡ്യൂളും പോയി കഴിഞ്ഞു. കാരണം നമ്മുടെ സാങ്ക്വനേറിയൻ നൈട്രിക്ക വളരെയധികം ആക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബെറിബറിസ് പോളിപ്പിനും. സർജറി ഇനി വേണ്ട, ശബ്ദം വന്നു. അപ്പോ ഡോക്ടർ ചോദിച്ചു ഇത് ആരാണ് പിന്നെ ഈ ഞങ്ങൾ ഇതല്ലേ എൻഡോസ്കോപ്പി ചെയ്ത് എടുത്തത്, ആൻജിയോസ്കോപ്പി ചെയ്ത് തന്നുള്ളൂ. ഈ തൈറോയ്ഡ് ആന്റിബോഡി കണ്ടുപിടിച്ചതും ഈ പിന്നെ തൈറോയ്ഡൈറ്റിസ് അൾട്രാസൗണ്ട് എടുക്കാൻ പറഞ്ഞത് ആരാണ്? അപ്പൊ ആ പേഷ്യന്റ് പറഞ്ഞു അതൊരു ഹോമിയോ ഡോക്ടറാണെന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മളുടെ വിജയം. ഒരു ഹോമിയോ ഡോക്ടർ. ഞാൻ പറഞ്ഞു അതല്ലാണ്ട് എന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷേ അത് അപ്പൊ ഡോക്ടർ പറഞ്ഞു വളരിഞ്ഞ് ഒന്നും ചെയ്യണ്ട, മരുന്നുകൾ ഹോമിയോ തന്നെ കഴിച്ചോളൂ, സർട്ടിഫൈ ചെയ്ത് കൊടുത്തു. ഫിറ്റ്നസ്. അപ്പൊ അതാണ് നേരത്തെ കണ്ടുപിടിക്കണം. നെക്കിലൊരു പ്രശ്നം വരുമ്പോ തൂജയം ഇൻഡിക്കേറ്റ് ചെയ്തു, വണ്ണം. ആ ഇൻഡിക്കേഷനിലാണ് നമ്മൾ സംതിങ് അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ വന്നത്. അത് എൻലാർജ്മെന്റ് പോലും ആയിട്ടില്ല, പക്ഷേ തൈറോയ്ഡൈറ്റിസ് തുടങ്ങിയിട്ടുണ്ടായി. ആന്റിബോഡി ഉണ്ട് അവിടെ. അപ്പൊ നമ്മള് ആന്റിബോഡികളാണ് ആദ്യം നോക്കേണ്ടത്. എല്ലാം കഴിഞ്ഞ് അവസാനം 5-6 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മൾ ആന്റിബോഡി നോക്കി അയ്യോ ഇത് ഹാഷിമോട്ടോസ് അല്ലാന്ന് പറയുമ്പോൾ ഗ്ലാൻസ് ഒക്കെ നശിച്ചു പോയിട്ടുണ്ടാവും, എല്ലാ സിംറ്റവും ഹയർ ലെവലിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അതാണ് എൻ്റെ ഈ ചികിത്സയിൽ ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യം. നേരത്തെ ഇവരെ കണ്ടുപിടിക്കണം. TSH നോർമൽ ആയിരിക്കും, പക്ഷേ ആ ഫീച്ചേഴ്സ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ടേബിളിമേ തന്നെ എഴുതി വെക്കണം. ആ ഹൈപ്പർ തൈറോയിഡിസോ ഹൈപ്പർ തൈറോയിഡിസ് ടൈപ്പോയിന്റെയും ഒരു ടേബിള് ഇട്ടാ രോഗി എന്ത് പറയണം അത് അതിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ തൈറോയ്ഡ്, ഏറ്റവും കൂടുതൽ രോഗങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചികിത്സക്ക് സാധ്യതയുള്ളത്. അതായത് എന്താണ് ഇവിടെ സാധ്യത എന്നറിയാമോ? മറ്റുള്ള അലോപ്പതി മെഡിസിൻസ് ഷുഗറിന് കഴിക്കുമ്പോഴും പ്രഷറിന് കഴിക്കുമ്പോഴും ഒന്നും നമുക്ക് മാറ്റാൻ പറ്റൂല. രോഗിക്കും പേടിയാണ്, നമുക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കും. നമ്മൾ അവരോട് അഷ്വർ ചെയ്യും തൈറോയിഡ് ഞങ്ങൾ കംപ്ലീറ്റ് മാറ്റും. അതാണ് കംപ്ലീറ്റ് മാറ്റും, അലോപ്പതി മെഡിസിൻ വേണ്ട, അതാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. കാരണം ഇത്ര എലാബറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും ഇത്രയും അത്ര പോയിന്റ് മതി നമുക്ക്, അല്ലാണ്ട് എല്ലാം കൂടിയല്ല. അപ്പൊ നമുക്ക് ഹൈപ്പോതൈറോയിഡിസത്തിന് മെഡിസിൻ ഉണ്ട്, ഹൈപ്പറിന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഹൈപ്പർ തൈറോയിഡിസമാണ് ഏറ്റവും ഡേഞ്ചർ എന്ന് നമുക്കറിയാം. അത് പിന്നെ നമുക്ക് വരാം. പിന്നത്തെ ഒരു കേസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് കോഴിക്കോട് എന്നുള്ള ഒരു ടീച്ചർ, അവർക്ക് ഓൾറെഡി റൂമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വന്നു. അത് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായി. അപ്പൊ ആർത്രൈറ്റിസിന് ഹഷിമോട്ടോസിനും കൂടി ട്രീറ്റ് ചെയ്തു ഒരു ഹോസ്പിറ്റലിൽ. പക്ഷെ എന്നിട്ട് ഒരു കുറവും കിട്ടുന്നില്ല. അപ്പോ എനിക്ക് റെഫർ ചെയ്ത എൻ്റെ ഫ്രണ്ട് ഡോക്ടറായിരുന്നു. അപ്പൊ നാച്ചുറോപ്പതി ഹോസ്പിറ്റലാണ് കിടന്നിരുന്നത്. ഇവിടെ വന്ന് കേസ് എടുക്കുമ്പോൾ സംതിങ് റോങ് വിത്ത് ഡ്രഗിന്റെ അഗ്രവേഷൻ അല്ല, മെഡിസിന്റെ അഗ്രവേഷൻ അല്ല, പക്ഷേ പേഷ്യന്റ് പറയുന്നത് നെഞ്ചിടിപ്പ്, കഥപ്പ്. ആ നെഞ്ചിടിപ്പും കഥപ്പും ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഒന്നാമത്തെ സിംറ്റമാണ്. അപ്പൊ തന്നെ ഓർത്ത് എന്തായാലും ഇവർക്ക് ആന്റിബോഡി ഉണ്ട്, എന്നാ പിന്നെ ഇനി ഒന്നും നോക്കണ്ട. TSH റിസപ്റ്റർ ആന്റിബോഡി, അതാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ആന്റിബോഡി. TSH റിസപ്റ്റർ ആന്റിബോഡി, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി പറയും, ലോങ് ആക്ടിങ് തൈറോയിഡ് സ്റ്റിമുലന്റ് അല്ലെ. അതായത് തൈറോയിഡിന്റെ ഔട്ടർ ലെയറിൽ ഈ ആന്റിബോഡി നിരന്തരമായി ഇൻഫ്ലുവൻസ് കൊടുക്കും. ആന്റിബോഡികളുടെ ആക്രമണം വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ ആന്റിബോഡിയും ഓരോ തരത്തിലാണ് മനുഷ്യരെ ആക്രമിക്കുന്നത്. അല്ലാണ്ട് എല്ലാ ആന്റിബോഡിയും ഇപ്പൊ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ആന്റിബോഡി എന്താണ് ചെയ്യുന്നത്? RA ഫാക്ടർ പോസിറ്റീവ് ആകുമ്പോൾ ഈ സൈനോവിയൽ മെംബ്രെയിനിൽ കയറി പിടിക്കും, അതിന് ഇൻഫ്ലമേഷൻ കൊടുക്കും. പക്ഷെ തൈറോയിഡിന് എന്താണ് ചെയ്യുന്നത്? അവർ തൈറോയിഡിന്റെ ഫോളിക്കുലാർ സെൽസിനെ നശിപ്പിക്കൂല. തൈറോയിഡ് ഉള്ളില്, ഫോളിക്കുലാർ സെൽസിന്റെ ഉള്ളില് തൈറോയിഡ് TSH അല്ലെ, TSH സ്റ്റിമുലേറ്റ് ചെയ്ത് തൈറോയിഡ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തൈറോയിഡിന്റെ ഹോർമോൺ എന്താണ്? നമ്മളുടെ ആക്ച്വലി തൈറോയിഡ് ഹോർമോൺ T3 ആണ്. അതാണ് ടെട്രാ ട്രൈ. അപ്പൊ ടെട്ര എന്ന് പറയുമ്പോ 4, അപ്പൊ T4 ആണത്.
T3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഹോർമോൺ. T4 അല്ല. കാരണം T4 ഒരു പ്രോ ഹോർമോൺ ആണ്. അതായത് T4 സെൽസിൽ കയറി മെറ്റബോളിസം ഇൻഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല, സെൽസിലോട്ട് കയറ്റില്ല. പക്ഷെ എന്തിനാണ് T4? അത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ബ്ലഡിൽ നിന്ന് ഒരു ആറ്റം ഒരു അയോഡിൻ പുറത്തോട്ട് കളഞ്ഞ് അത് T3 ആയിട്ടാണ് സെൽസിൽ കയറും. അവിടെ കയറി കഴിഞ്ഞാൽ എന്താണ് മെറ്റബോളിസം അല്ലേ ഇവിടെ നടക്കുന്നത്? എന്താണ് മെറ്റബോളിസം? കഴിക്കുന്ന ഫുഡുകൾ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾസ് ആയിട്ട് മാറും, പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് മാറും, ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലൈക്കോജൻ ആക്കി മാറ്റി ലിവറിൽ സ്റ്റോർ ചെയ്യും. ഇത് മുഴുവനും ഈ ഈ T3 അകത്ത് സെൽസിന്റെ അകത്ത് കയറി മെറ്റബോളിസം ഇൻഡ്യൂസ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അതായത് ഇൻക്രീസ് ഓക്സിജന്റെ കൺസപ്ഷൻ കൂട്ടിക്കൊണ്ട് ഈ മെറ്റബോളിസം ഭംഗിയായിട്ട് നടത്തും. അപ്പൊ തൈറോയിഡ് നോർമൽ ഫങ്ഷൻ ചെയ്യുന്നു എന്നർത്ഥം. ഈസ് ബോഡി വളരെയധികം ഒരു റിലാക്സ്ഡ് കണ്ടീഷൻ ആണെന്നാണ് അർത്ഥം. അപ്പോ നേരെ എതിരാണ്. തൈറോയിഡിന് എന്തെങ്കിലും പ്രശ്നം വന്നാല് ബോഡി വല്ലാതെ പ്രശ്നത്തിലാവും. തൈറോയിഡ് അല്ലെ, തൈറോയിഡിനെ കുറിച്ച് ഈ കേസിലും എന്തുണ്ടായെന്ന് വെച്ചാൽ ഇവർക്ക് 3 കേസ് രോഗം ഒരുമിച്ച് ഈ രോഗിക്ക് അപൂർവമായിട്ട്. കാരണം ഞാൻ മിക്സഡ് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ 1988 കണ്ടുപിടിച്ചു. പക്ഷെ ഇങ്ങനെ ഹൈപ്പോയും ആയിട്ട് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. ഇതൊരു രോഗിനെ നിരന്തരം പഠിച്ചതിൽ നിന്നും ഞാൻ എടുത്ത ഒരു കാര്യമാണ്. അതായത് ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ് തന്നെ ഒരു രോഗിക്ക് താങ്ങാൻ പറ്റൂല, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് തന്നെ ഒരു രോഗിക്ക് താങ്ങാൻ പറ്റൂല. അൺബെറബിൾ പെയിൻ ആണല്ലോ. 3 പേരും ഇമ്മ്യൂൺ മീഡിയേറ്റഡ് എല്ലാ ഡിസ്ട്രക്ഷനുമാണ്, ആന്റിബോഡി. അതിനിടക്കാണ് ഇവർക്ക് ഗ്രേവ്സ് ഡിസീസ്. അതാണ് ഗ്രേവ്സ് ആണ് ഹാഷിമോട്ടോ ഹൈപ്പർ തൈറോയിഡിസം ഇതിന്റെ ആന്റിബോഡി ഉള്ള രോഗം. അപ്പൊ ലോങ് ആക്ടിങ് തൈറോയിഡ് സ്റ്റിമുലന്റ് ഓർ TSH റിസപ്റ്റർ ആന്റിബോഡി. അപ്പൊ ഈ എല്ലാം കൂടി ഒരു രോഗിയിൽ വന്നപ്പോ അതെന്ത് ചെയ്ത് അതിന്റെ പ്രോട്ടോകോൾ മാനേജ്മെന്റ് ഒരു സൂത്രപ്പണി നമ്മൾ ഒപ്പിച്ച്. തൈറോയിഡ് നമ്മളെ ആന്റിബോഡി നമ്മുടെ ബോഡീനെ ഉപദ്രവിക്കണേണല്ലോ. അപ്പൊ ആന്റിബോഡിക്കെതിരെ ഇത് 3 കൂടി നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടീച്ചർ ഇപ്പൊ വളരെ ബെറ്റർ ആണ്. അവര് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അവിടെ വരുമ്പോ ഭയങ്കര കരച്ചിലാണ്. ഞാൻ പറഞ്ഞു തൈറോയ്ഡ് അല്ലേ, നിങ്ങൾ ഒരു ഇംഗ്ലീഷും മരുന്ന് കഴിക്കണ്ട, ഗ്യാരണ്ടിയാണ്. ടൈനോസ്പോറ ക്വാഡ്രിഫോളിയ എന്ന് പറഞ്ഞാൽ ചിറ്റമൃതാണ്. ചിറ്റമൃത് നമ്മുടെ ആയുർവേദത്തിന്റെ 1ാമത്തെ മരുന്നാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന്റെ എല്ലാ ബേസിലും നമ്മൾ ചിറ്റമൃത് കൊടുക്കുക. പിന്നെ ഫ്ലെയർ അപ്പ് ചെയ്യില്ല. പക്ഷെ നമ്മ പറയുന്ന ഏറിയ ഡിറ്റക്ഷൻ ഒട്ടും ഫ്ലെയർ അപ്പ് ചെയ്യില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഹൈപ്പറും ഹൈപ്പോയും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ രാവിലെ സ്പോഞ്ചിയ 30 കൊടുത്തു, വൈകുന്നേരം സ്പോഞ്ചിയ ടിഞ്ചർ 5 ഡ്രോപ്സ് കൊടുത്തു. സ്പോഞ്ച് ഇവിടെ ഇപ്പൊ തന്നെ പറഞ്ഞു പോവാം. ചിറ്റമൃതം എന്ന് പറഞ്ഞാൽ ടൈനോസ്പോറ ക്വാഡ്രിഫോളിയ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഏതാണെങ്കിലും അതിന്റെ ബേസ് ഇടും. സ്പോഞ്ചിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോഞ്ചിയ ഇസ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് അയഡിൻ ആണ്. ഈ തൈറോയ്ഡ് രോഗങ്ങളുടെ ചികിത്സയിൽ നമ്മൾക്ക് എല്ലാ മരുന്നുകളും കടലിൽ നിന്നാണ്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയും, മനുഷ്യൻ കടലിൽ കിടന്നിരുന്നാണ്. അത് എങ്ങനെയോ ചാടി കരയിലോട്ട് പോന്നിട്ട് പിന്നെ കടലിൽ പോകാൻ പറ്റിയില്ല. പക്ഷെ എല്ലാ ബയോകെമിസ്ട്രിയും കടലിൽ നിന്നാണ്. ഉപ്പില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല, അയോഡിൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇവരെല്ലാം ഹാലോജനുകളാണ്. ഇവരെല്ലാവരും കടലിൽ ലയിച്ച് കിടക്കണം. ഗ്യാഷ്യസ് ഫോമിലും സോളിഡ് ഉപ്പ് വറ്റിച്ചിട്ട് ക്ലോറിനുമായിട്ടല്ലേ ചേരുന്നത് ഉപ്പ്, സോഡിയം ക്ലോറൈഡ്. കടൽ വെള്ളം വറ്റിച്ചിട്ട് ഉപ്പില്ലാണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. അവേർഷൻ ടു സോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റൂബ്രിക് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോ മനുഷ്യൻ അത്രമേൽ കടലുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. തൈറോയിഡിന്റെ ഫങ്ഷൻസ് ഇപ്പൊ തന്നെ പറയാട്ടോ. ഈ മെഡിസിൻ ഈ കേസ് കഴിഞ്ഞാൽ ഞാൻ കേസിന് പറയുന്നില്ല കേട്ടോ, കാരണം മറ്റുള്ള കാര്യങ്ങൾ പറയണമല്ലോ മാഡം. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പോ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കേസ് എടുത്തപ്പോ ഒരു നാട്രമ്യൂറാണ്. വല്ലാതെ കരയുന്നു, എന്നാ കരയുന്നില്ല, ദേഷ്യം വരുന്നു. അപ്പൊ മൈൻഡ് വളരെയധികം നാട്രമ്യൂറാണ്. അപ്പൊ ഒറ്റ ഡോസ് നാട്രമ്യൂർ 10 കൊടുത്തു, പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ രാവിലെ ഡെയിലി ഹൈപ്പോതൈറോയിഡിസത്തിന് നാട്രമ്യൂർ 6x കൊടുത്തു. പിന്നെ ഇവർക്ക് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ജോയിന്റ് പെയിൻ ഉണ്ടായിരുന്നു, ഗൊയാക്കം 3x കൊടുത്തു. അപ്പൊ ഗൊയാക്കവും നാട്രമ്യൂർ 6x ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ചിറ്റമൃത്. പിന്നെ തൈറോയിഡിനം 3x,
നല്ല കമ്പനിയുടെ 1 ടാബ് ഡെയിലി വരണം. തൈറോയിഡിന് 3x വളരെയധികം മോഡിഫൈ ചെയ്യും. ഈ പിന്നെയും പറയുന്നത് ഈ രോഗത്തിന് ഇത്രയും എടുത്ത് വെച്ചോണ്ടിരുന്ന് ഇതിന്റെ എല്ലാ മാനിഫെസ്റ്റേഷൻസും കഴിഞ്ഞിട്ട് കൊടുക്കണേലൊക്കെ നല്ലത് ഒരു ചെറിയ സിംറ്റം തോന്നുമ്പോഴേ ആന്റിബോഡി കൊടുക്കണം. അതിന്റെ ആന്റിബോഡി ചെക്ക് ചെയ്ത് മരുന്ന് കൊടുക്കണം. എന്നാൽ അതിന് 2 കേസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പൊ ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ ആദ്യം ഒന്ന് പറയുകയാണ്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ അമിതമായ T3 T4 പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷൻ അമിതമാവുന്നത് എങ്ങനെയാണ്? മിക്കവാറും സാധാരണ ചെറിയ തോതിലൊക്കെ തന്നെ ഉണ്ടാവുമെങ്കിലും ഗ്രേവ്സ് ഡിസീസ് ആണ് അത്. ഗ്രേവ്സ് അല്ലെ, ഗ്രേവ്സ് എന്ന് പറഞ്ഞാൽ ഗ്രേവ്സ് ആൻഡ് ബേസ്ഡോസ് 2 ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടുപിടിച്ചത്. ബോറിക്കലി ബേസ്ഡോസ് ഡിസീസ് എന്ന് എഴുതിയിട്ടുണ്ട്. 2 പേരും കൂടിയാണ് കണ്ടുപിടിച്ചത്. ഈ ഹൈപ്പർ തൈറോയിഡിസം അവിടെ എന്താണ് ചെയ്യണത്? നമുക്ക് ആദ്യം ഹൈപ്പോതലാമസിൽ നിന്നാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് അല്ലെ, തൈറോട്രോപ്പിൻ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വരുന്നത്. അത് പിറ്റ്യൂട്ടറിയിൽ വന്നിട്ട് TSH റിസപ്റ്റർ TSH സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആവും അല്ലെ, TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് TSH വന്ന് തൈറോയിഡിന്റെ ഫോളിക്കിൾസിലോട്ട് വന്നു കഴിയുമ്പോൾ എന്തു പറയും? നോർമലി T3 T4 ഉണ്ടാക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് കൊടുക്കുന്നത്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഇവിടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ആന്റിബോഡി അവിടെ ഇരിക്കുന്നു. എങ്ങനെ ആന്റിബോഡി അവിടെ ഇരിക്കുന്നു? ഈ ആന്റിബോഡി മിമിക്സ് എന്ന് വെച്ചാൽ തൈറോയിഡിന്റെ TSHന്റെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അതേപോലെ തന്നെ ഈ ആന്റിബോഡിയും വർക്ക് ചെയ്യും. അതായത് തൈറോയിഡിനോട് ഈ ആന്റിബോഡി പറയുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അതേ ഭാഷയിലാണ്, ഉണ്ടാക്ക്. പക്ഷേ പിറ്റ്യൂട്ടറി ആൻഡ് ഹൈപ്പോതലാമസോ പിറ്റ്യൂട്ടറി ഇത് അറിയുന്നില്ല. ഈ ഒരു പാസ്വേഡ് കണ്ടുപിടിച്ചു. അത്ര ആക്രമണമാണ്. അതായത് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു. ആന്റിബോഡി എല്ലാം തന്നെ നമ്മുടെ ബോഡിക്കെതിരെ പ്രവർത്തിക്കുന്ന ഓട്ടോ ആന്റിബോഡികൾ എല്ലാം തന്നെ ആപൽക്കാരികളാണ്. ഒരിക്കലും നേരിട്ട് ആക്രമിക്കില്ല. അപ്പോ ഇവിടെ എന്ത് പറ്റും? ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഫീഡ്ബാക്ക് മെക്കാനിസത്തിലല്ല, അവരറിയുന്നില്ല. അപ്പോ TSHന്റെ പ്രൊഡക്ഷൻ കൂട്ടി വരുമ്പോ ഓവറായിട്ട് ബോഡിയിൽ T3 T4 കൂടി. അപ്പൊ TSH നോക്കുമ്പോ ഇവിടെ നിറച്ചും ശരിക്കുള്ള TSH ബ്രെയിനിൽ നിന്ന് റിലീസ് ചെയ്യേണ്ട TSH നോക്കുമ്പോ ഇവിടെ നിറയെ T3 T4 ഉണ്ടാക്കി വെച്ചേക്കണ്. അപ്പൊ ഓർക്കും ഇനിയിപ്പോ ഈ T3 T4 വേണ്ടല്ലോ എന്ന് വിചാരിച്ച അവര് ബ്രെയിൻ ഫീഡ്ബാക്ക് മെക്കാനിസത്തിലൂടെ TSH കുറച്ച് കൊണ്ടുവരും. അതാണ് നമ്മൾക്ക് 0.4 ബോർഡർ ലൈനിൽ നിന്ന് അടിയിലോട്ട് പിന്നെ 0.01 TSH പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബ്രെയിൻ അല്ല, ആന്റിബോഡിയാണ് അതിന്റെ മീഡിയേറ്റർ. അപ്പോ അതിന്റെ കൂടെ ആന്റിബോഡി എന്ത് ചെയ്യും? അതിന്റെ കൂടെ ആന്റിബോഡി കടുത്ത ഇൻഫ്ലമേഷൻ, തൈറോയിഡൈറ്റിസ്. അതുകൊണ്ടാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസത്തിൽ നമ്മൾ പറയുന്നത് ഗ്രേവ്സ് ഡിസീസ് ആൻഡ് വിത്ത് തൈറോയിഡൈറ്റിസ് ഇൻഫ്ലമേഷൻ. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അലോപ്പതിയിൽ അതിന് കൊടുക്കുന്നത് കാർബിമെസോൾ ആൻഡ് മെത്തിമെസോൾ ആണ്. അത് രണ്ടും എന്തിനുള്ളതാണ്? പൈറോക്സിഡൈസ് എന്ന് പറഞ്ഞ നമ്മുടെ കെറ്റലിസ്റ്റ് ഉണ്ട്, ഒരു പൈറോക്സിഡ്. അതിനല്ല നമ്മൾ ആന്റിബോഡി ചെക്ക് ചെയ്യണം ബ്ലഡിൽ. അതിന് എതിരായിട്ടാണ് ഈ കാർബിമെസോളും മെത്തിമെസോളും അലോപ്പതിയിൽ കൊടുത്ത് തൈറോയിഡിന്റെ പ്രവർത്തനങ്ങൾ കുറക്കണം. അതിന്റെ സ്റ്റേജ് ഇപ്പൊ നമ്മൾ പറയാം. അപ്പൊ അലോപ്പതിയുടെ മെഡിസിൻസ് അതാണ് നമ്മൾ അതില്. അപ്പൊ എക്സോതാൽമിക് ഗോയിറ്റർ ഇതിലാണ് വരുന്നത് കേട്ടോ. ഹൈപ്പർ തൈറോയിഡിസത്തിലാണ് എക്സോതാൽമിക് ഗോയിറ്റർ, കണ്ണിന്റെ ബാക്കിലുള്ള മസിൽസിൽ ഇൻഫിൽട്രേഷൻ വന്നിട്ട് കണ്ണ് കൃഷ്ണമണി പുറത്തോട്ട് തള്ളും. ആ കേസിലെല്ലാം നമുക്ക് ലൈക്കോപ്പസ് വെർജീനിക്ക വളരെ എഫക്റ്റീവാണ്. ലൈക്കോപ്പസ് വെർജീനിക്ക ടിഞ്ചർ, അതായത് എക്സോതാൽമിക് ഗോയിറ്റർ, അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിത്ത് കാർഡിയാക് ഇൻവോൾവ്മെന്റ് വളരെയധികം ഹാർട്ടിനെ ബാധിക്കും ഇവര് ഹൈപ്പർ തൈറോയിഡിസം.
അപ്പോൾ നമ്മൾ അവിടെ ഒരേ ഒരു പ്ലാന്റ് മെഡിസിനെ നമ്മൾ വന്നുള്ളൂ, ലൈക്കോപ്പസ് വെർജിനിക്ക. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസ് അങ്ങനെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് നമ്മുടെ പാറ്റേൺ പോകുന്നത്. ഒറ്റ മരുന്ന്, ബാക്കി എല്ലാ മരുന്നും ഹാലോജൻ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. മെഡിസിൻ ഇപ്പൊ തന്നെ പറയാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഈ മരുന്ന് ചേരാണ്ട് അയോഡിന് തൈറോയിഡിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. വൈ? എന്തുകൊണ്ടാണ്? ഈ തൈറോയിഡിന് ഹാലോജൻസിനോടുള്ള കടുത്ത അഫിനിറ്റി. ദ തൈറോയിഡ് ഈസ് ദ ഓൺലി വൺ ഓർഗൻ വിച്ച് ക്യാൻ അബ്സോർബ് അയഡിൻ. വേറെ ഒരു ഓർഗനും അയഡിനെ അബ്സോർബ് ചെയ്യാൻ സമ്മതിക്കൂല ബോഡി. അപ്പൊ തൈറോയ്ഡ് മാത്രമേ അയഡിൻ എടുത്ത് T3 ഉണ്ടാക്കാൻ പറ്റുള്ളൂ, തൈറോയ്ഡ് ഹോർമോൺ. അപ്പൊ അതുകൊണ്ടാണ് അവര് റേഡിയോ ആക്റ്റീവ് സെൻസിറ്റീവ് ആണ്. ഫ്ലൂറിനെ കയറ്റും, ബ്രോമിനെ കയറ്റും, അയഡിനെ കയറ്റും. പിന്നെ എന്തിനോടാണ് അവർക്ക് താല്പര്യം? മെഡിസിൻസിന്റെ സോഴ്സ് എവിടെ നിന്നാണ്? കടലിൽ നിന്നാണ്. സ്പോഞ്ചിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നാണ് സ്പോഞ്ചിയ. അയോഡിൻ എവിടെ നിന്നാണ്? കടൽ വെള്ളത്തിൽ നിന്നാണ് അയോഡിൻ കിട്ടുന്നത്. സ്പോഞ്ചിയ എവിടെയാണ്? കടൽ വെള്ളത്തിൽ കിടന്നിട്ട് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് അയോഡിൻ. ഈ മെഡിസിൻസ് ഇത്ര ഈസിയാണ് നമുക്ക്. സ്പോഞ്ചിയ നമുക്ക് ബാഡിയാക എന്താണ്? അത് ഫ്രഷ് വാട്ടറിൽ വളരുന്ന സ്പോഞ്ചാണ്. അത് ഗ്രേസ് ബേസ്ഡ് ഡോസ് ഡിസീസിന് ഒന്നാമത്തെ മരുന്നാണ് ബാഡിയാക. വായിച്ചു നോക്കിക്കോളൂ, അതിന്റെ ഡ്രഗ് എടുത്തു നോക്കൂ. അത് വാട്ടർ സ്പോഞ്ചാണ്. പിന്നെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? സെപ്പിയൻ അട്രമ്യൂറും ഇല്ലാണ്ട് തൈറോയ്ഡ് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? സെപ്പിയ എന്താണ്? കട്ടിൽ ഫിഷ്, കടലിൽ വളരുന്ന ജീവിയല്ലേ, അതിന്റെ മഷിയിൽ എന്താണ് സെപ്പി എടുക്കുന്നത്. സെപ്പി ഇല്ലാണ്ട് ഒരു തൈറോയ്ഡ് ഹൈപ്പോ നോക്കാൻ പറ്റൂല. പിന്നെ എന്താണ്? ഏറ്റവും കൂടുതൽ ഹാലോജനോട് അഫിനിറ്റി ഉള്ളത് എന്താണ്? സോഡിയം ആൻഡ് പൊട്ടാസ്യം. പീരിയോഡിക് ടേബിളിൽ ഒന്നാമത്തെ പട്ടികയിലാണ് അവർ ഔട്ടർ കവറിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് ഈ ഹാലോജൻസിന്റെ ഔട്ടർ കവറിങ്ങിൽ 7 ഇലക്ട്രോണാണ്. ഇവർക്ക് ഒരെണ്ണം കിട്ടിയാലേ സ്റ്റേബിൾ ആവുള്ളൂ, അവർക്ക് ഒരെണ്ണം കളഞ്ഞാലേ സ്റ്റേബിൾ ആവുള്ളൂ. അതുകൊണ്ട് ഇവർ തമ്മിൽ വളരെയധികം റിയാക്ഷനും ടൈഅപ്പുമാണ്. എല്ലാ അവർ കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. എന്തുകൊണ്ട്? കൊടുക്കൽ വാങ്ങൽ വളരെ എളുപ്പമാണ്. ഒരാൾക്ക് ഒരെണ്ണം കൊടുക്കണം, അതേസമയം ഹാലോജൻസിൽ ഒരെണ്ണം കിട്ടണം. അപ്പോൾ 2 പേര് സ്റ്റേബിൾ ആവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശരിക്കും ഈ മരുന്നുകൾ നമ്മളുടെ ഉണ്ടാവണത്. കാൽസ്യം നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ക്ലോറിൻ, ഹാലോജനിൽ നിന്ന് ക്ലോറിൻ, സോഡിയം ക്ലോറൈഡ് ഭൂമിയിൽ 6ാമത്തെ ഏറ്റവും അബണ്ടന്റ് എലിമെന്റ് ആണ്. അല്ല, അതൊക്കെ വളരെ ഈസി ആയിട്ടാണ് അവർ കമ്പൈൻ ചെയ്യുന്നത്. പിന്നെ മെഡിസിൻ ബാക്കി എല്ലാം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാ മെഡിസിനും അത് മെഡിസിൻ നമുക്ക് ലാസ്റ്റ് പറയാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയണമെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. അവസാനമായിട്ട് ഇത് ഇട്ടാൽ മതി. ഒറ്റ ഇതിൽ ഞാൻ ഹൈപ്പോയും കൂടി പറയട്ടെ. ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ? അമിതമായ പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷൻ ആന്റിബോഡി ഉണ്ടാക്കുന്നതാണ്. ഒപ്പം അത് ഡിസ്ട്രക്ഷനും ഉണ്ടാക്കും. രോഗിക്ക് കടുത്ത മാനസിക പ്രശ്നങ്ങളാ. ഇത് കമ്പാരിസൺ ഇട്ട് കഴിഞ്ഞു കേട്ടാ. ഇത് നോക്കിക്കോളൂ. ഹൈപ്പോതൈറോയിഡിസോ ഹൈപ്പർ തൈറോയിഡിസോ, അതിൽ ഹൈപ്പറും കമ്പാരിസൺ ആണ്. ഒന്ന് പറഞ്ഞോട്ടെ. ഹൈപ്പോതൈറോയിഡിസം രോഗികൾക്ക് തണുപ്പ്, എപ്പോഴും അവർക്ക് തണുപ്പാണ്. കാരണം എന്താണ്? ഈ മെറ്റബോളിസം കുറവാണ്. മെറ്റബോളിസം മീൻസ് ഹീറ്റ് ആണ്. ഹീറ്റ് ആൻഡ് എനർജി ആണ്. അപ്പൊ തൈറോയ്ഡ് ഹോർമോൺ ഇല്ലാണ്ട് ഹീറ്റ് ആൻഡ് എനർജി ഉണ്ടാവില്ല. എപ്പോഴും നനഞ്ഞ കോഴീനെ പോലെ അവിടെ കുത്തിയിരിക്കും. അതേസമയം ഹൈപ്പർ തൈറോയിഡിസത്തിന് ഇൻടോളറൻസ് ഓഫ് ഹീറ്റ്. ഇത് ഒരു ടേബിളിൽ വെച്ചിരിക്കണം. കാരണം രോഗി പറയുന്ന കാര്യങ്ങൾ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഇതിലുണ്ടോ എന്ന് നോക്കണം. അതായത് ഒരിക്കലും തൈറോയ്ഡ് നേരിട്ട് ഡയഗ്നോസ് ചെയ്യാറില്ല. ഒന്നെങ്കിൽ മാനസിക വിഭ്രാന്തിയാണെന്ന് വിചാരിച്ച് സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോട്ടു. ചിലപ്പോൾ നിർത്താത്ത വയറിളക്കം. അതെന്തിനാണ്? ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഇൻഡിക്കേഷൻ ആണ്. എന്ത് ചെയ്താലും വയറിളക്കം നിൽക്കൂല. അവസാനം ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് പഠിച്ച പണി 18 കഴിച്ചാലും നിൽക്കാണ്ടാവുമ്പോഴാണ് തൈറോയ്ഡ് ചോദിക്കുന്നത്. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഡിസ്ട്രക്ഷൻ ആയി. ഡയറിയ കണ്ട, ഡയറിയ എന്ന് എഴുതിയേക്കുന്നുണ്ട് അതിൽ. അതേപോലെ അപ്പോ ഇവിടെ ഇവർക്ക് തണുപ്പ് സഹിക്കാൻ പറ്റൂലെങ്കിൽ ഹൈപ്പർ തൈറോയിഡസിൽ ഓവർ ആക്ഷൻ ആണ്. ചൂട് സഹിക്കാൻ പറ്റൂല. അയ്യോ ചൂട്, അയഡം എന്താണ്? ഒരു ടിപ്പിക്കൽ അയഡം എടുക്കൂ. ഈ ഹൈപ്പോതൈറോയിഡ്സിൽ കാൽക്കേരിയ കാർബ് ആണ് അതിന്റെ ഇൻഡിക്കേഷൻ. തണുപ്പ് സഹിക്കാൻ പറ്റൂല, കാൽക്കേരിയ കാർബ്. അതേ അയഡം, ഇൻടോളറൻസ് ഓഫ് ഹീറ്റ്, മെറ്റബോളിസം ഇൻക്രീസ്ഡ്. അപ്പൊ ഇവർക്ക് തണുത്ത ഫുഡൊക്കെ വേണം. പിന്നെ മൈൻഡ് നോക്കൂ. കാൽക്കേരിയയുടെ മൈൻഡ് തന്നെ ഇട്ട് വെച്ചോ, അല്ലെങ്കിൽ നമുക്ക് ഒരു മറക്കും. അല്ലെങ്കിൽ
വീക്ക്നെസ്, ഫാറ്റീഗ്, ഡിപ്രഷൻ ആണ്, എല്ലാം കുറവാണ് ഫങ്ഷൻസ് ബ്രാഡിക്കാർഡിയ. അതേസമയം ഹൈപ്പർ തൈറോയിഡിസം ഇറിറ്റബിലിറ്റി, ഫാറ്റീഗ്, വീക്ക്നെസ്, ഭയങ്കരമായ ദേഷ്യമാണ്. എന്താണെന്ന് മനസ്സിലാവില്ല. ചിലപ്പോൾ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും ചെക്ക് ചെയ്യുമ്പോൾ ഈ പേഷ്യന്റിന് ഹൈപ്പർ തൈറോയിഡിസം എന്ന് മനസ്സിലാവും. ഞാൻ 2 കേസ് അങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ടാ. അത് ഈ ഹൈപ്പർ തൈറോയിഡിസം ഒരു 20-25 വയസ്സിനിടക്കുള്ള കുട്ടികൾക്കാണ് രണ്ടും കണ്ടത്. വളരെയധികം വീട്ടുകാരോട് ദേഷ്യം, ജോലിക്ക് പോവില്ല. അങ്ങനെ ഒരു ദിവസം ഒരു പയ്യൻ ഇങ്ങനെ വന്ന് ഇവിടെ ഇരുന്നപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റൂല, വീട്ടുകാരൻ നിർബന്ധിക്കുന്നു. അപ്പൊ അവന്റെ ഫീച്ചേഴ്സ്, മുടി, മുഖത്തിന്റെ ഇതൊക്കെ കണ്ട് ഞാൻ നീ പോയിട്ട് അത് ചെക്ക് ചെയ്ത് വരും. ഏത് TSH റിസപ്റ്റർ ആന്റിബോഡി, അത് അല്ലെങ്കിൽ ലോങ് ആക്ടിങ് തൈറോയ്ഡ് സ്റ്റിമുലന്റ് പോസിറ്റീവ് ആയിരുന്നു. ഒരൊറ്റ ഡോസ് നാട്രമ്യൂർ കൊടുത്തുള്ളൂ. കാരണം നമുക്ക് തുടക്കത്തിൽ അത് കിട്ടുകയാണ്. ഇവനൊരു സൈക്കാട്രിയുടെ മരുന്നൊക്കെ കൊടുത്തു ആകെ കുളമായി വരുമ്പോഴത്തേക്കും ആന്റിബോഡി ഇവനെ കംപ്ലീറ്റും ദ്രോഹിച്ചിട്ടുണ്ടാവും ഈ ബോഡീനെ, നമ്മുടെ തൈറോയിഡിനെ. അപ്പൊ ഒറ്റ ഡോസ് നാട്രമ്യൂർ ഭയങ്കര ഓക്കെ എന്ന് പറഞ്ഞു. അതിന്റെ റിപ്പോർട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. തൈറോയ്ഡ് നോർമലായി റിപ്പോർട്ട്. പിന്നെ മറ്റേ കാൽക്കേരിയ കാർബിന്റെ പോലെ വെയിറ്റ് ഗെയിൻ, ഹൈപ്പോതൈറോയിഡിസം. വെയിറ്റ് എങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ഭക്ഷണം കഴിക്കൂല, കോൺസ്റ്റിപ്പേഷൻ ആണ് ഇവിടെ എന്താണ്, ഇതാണ് നിർത്താത്ത ഡയറിയ. നമ്മൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ തൈറോയിഡിന്റെ ആയിരിക്കും. അതാണ് കാര്യം. അപ്പൊ ഇതൊന്ന് സ്ക്രീൻ ചെയ്തിട്ട് വേണം മറ്റുള്ള രോഗങ്ങളിലോട്ട് പോകാനായിട്ട്. പിന്നെ ഹാർട്ടിന്റെ ബ്രാഡിക്കാർഡിയ, ആൻജൈന, എയ്ക്സ്, മസിൽസിനൊക്കെ കടുത്ത വേദനയായിരിക്കും. അപ്പൊ റുമാറ്റിസം ആണെന്ന് വിചാരിച്ച് കുത്തിപ്പിടിച്ചിരുന്നിട്ട് അത് വഷളാക്കും. അതുകൊണ്ടാണ് എയ്ക്സ് ആൻഡ് പെയിൻസ്. പിന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോം, റിസ്റ്റ് കടുത്ത വേദന വരുമ്പോ തൈറോയ്ഡ് ഉണ്ടാകുന്ന ആദ്യം നോക്കണം, സർജറിക്ക് പോകുന്നതിന് മുമ്പ്. അങ്ങനെ ഒരു പേഷ്യന്റ് രക്ഷിച്ചിട്ടുണ്ട്. അതായത് കാർപ്പൽ ടണൽ സിൻഡ്രോം, റിസ്റ്റ് അനക്കാൻ പറ്റുന്നില്ല. പിന്നെ മറ്റേ പിറ്റേ ദിവസം അത് കട്ട് ചെയ്ത് കളയുന്ന സർജറിയാണ്. അപ്പോ തൈറോയ്ഡ് നോക്കിയപ്പോ ഹൈപ്പോതൈറോയിഡിസം കണ്ട, കാർപ്പൽ ടണൽ സിൻഡ്രോം, തൈറോയിഡിന്റെ മരുന്ന് കൊടുത്ത് അതിനെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചു. പിന്നെ ഇവിടെ ഇറിറ്റബിലിറ്റി, ട്രോമർ, സൈക്കോസിസ് കണ്ട, മാനസിക വിഭ്രാന്തികളാണ്. അത് തൈറോയിഡിന്റെ ഏറ്റവും വലിയ സിംറ്റം. ഇത് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ടേബിളിൽ എടുത്തു വെച്ചിരിക്കണം. സ്കിന്നിലെ രണ്ടിലും ഇതുണ്ട്, വെള്ളപ്പാണ്ടുണ്ട് കേട്ടോ, വിറ്റിലിഗോ ഉണ്ട്, വെള്ളപ്പാണ്ടുണ്ട്, മുടി കൊഴിച്ചിലുണ്ട്, ഇതിന് നീരുണ്ടാവും. ഇതിന് നീരൊന്നും ഉണ്ടാവില്ല. ഹൈപ്പർ തൈറോയിഡിസം നീരുണ്ടാവില്ല, ഭയങ്കര ചൊറിച്ചിലായിരിക്കും. സ്കിന്നൊക്കെ ഇങ്ങനെ ചൊറിയും ഏത് നേരം. അപ്പൊ നമ്മൾ മാന്തി വരുമ്പോ സോറിയാസിസ് ആണെന്ന് വിചാരിക്കണ്ട, ഇതിനെ ഒന്ന് സ്ക്രീൻ ചെയ്ത് വെക്കണം. ഈ ഹൈപ്പോതൈറോയിഡിസം പേഷ്യന്റിന് മെനറേജിയാണ്, അതായത് എക്സസ് ബ്ലീഡിങ് ആണ്. അത് ചെറിയ പെൺകുട്ടികൾക്ക് മിക്കവാറും കാൽക്കേരിയ അയോഡൈഡ് കൊടുക്കേണ്ട കണ്ടീഷൻ വരും. കാരണം അവിടെ തൈറോയ്ഡ് അപ്പൊ തന്നെ അവിടെ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാണ്ടാവുമ്പോഴാണ് പ്രഗ്നൻസിയിൽ അത് കൂടി പിന്നെ അങ്ങോട്ട് ക്രോണിക് ആയിട്ട് മാറിപ്പോകുന്നത്. അപ്പൊ തന്നെ ആന്റിബോഡി നോക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് മെൻസസ് അയക്കുന്ന മെനാർക്കെ സമയത്ത് മെനോറേജിയ വളരെ ബുദ്ധിമുട്ടിച്ചാൽ നമ്മൾ ആദ്യം തൈറോയ്ഡ് നോക്കണം. എന്നിട്ട് മാത്രമേ പൾസാറ്റിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. ബേസിക് കാരണം നോക്കണം. പിന്നെ ഇൻഫെർട്ടിലിറ്റി, വൺ ഓഫ് ദ മേജർ റീസൺ ആണ് തൈറോയ്ഡ്. ഹൈപ്പോതൈറോയിഡിസം ആയിരിക്കണം കാരണം. പിന്നെ അബോർഷൻസ്, ഇമ്പോർട്ടൻസ്, ഇതെല്ലാം തന്നെ ഹൈപ്പോതൈറോയിഡിസത്തിന്റെയും കൂടി സംഭാവനയാണ്. അപ്പൊ ഇൻഫെർട്ടിലിറ്റി ഇതെല്ലാം നോക്കിയിരിക്കണം. പിന്നെ അമിനോറിയയാണ് ഹൈപ്പർ ഫങ്ഷൻ. കാരണം കടുത്ത മെറ്റബോളിക് പ്രശ്നങ്ങൾ കാരണം മെൻസസേ ഉണ്ടാവില്ല. അങ്ങനെ ആബ്സെൻസ് ഓഫ് മെൻസസ് വരുമ്പോൾ നമ്മൾ ഹൈപ്പർ ആണോ എന്ന് സംശയിക്കണം. ഇൻഫെർട്ടിലിറ്റി രണ്ടിനും ഉണ്ടാക്കും. അങ്ങനെ ഈ എല്ലാ സിംറ്റവും വേർതിരിച്ച് നോക്കണം. അത്ര ഒത്തിരി കൂടി മുകളിലോട്ട് കയറ്റണം. മെഡിസിൻസ് കാണാൻ പറ്റണില്ലല്ലോ. മെഡിസിൻസ് ലൈക്കോപ്പസ് വെർജിനിക്ക മാഡം, ഡ്രഗ്സ് കാണാം, നമുക്ക് കാണാം. അതെ, ഡോക്ടറുടെ ഫോണിനെ നെറ്റ്വർക്ക് വീക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ കാണാൻ പറ്റാത്തത്. ഡോക്ടർ ഞാൻ വായിക്കട്ടെ. സ്പോഞ്ചിയ അയഡം, കാൽക്കേരിയ അയഡിൻ, ഫൈക്കസ്, തൈറോയിഡിനം 6X, ബഡിയാഗ ടിഞ്ചർ, അയഡോതൈറിൻ 3X, പ്ലാന്റ് എക്സ്ട്രാക്ട്. ഇത് ഇത്തരം ഡ്രഗ്സ് കൊടുത്തിട്ട് താഴെ ഹാഷിമോട്ടോസിന് പിന്നെ സ്റ്റിനോസ്പോറ ആൻഡ് അക്കോണൈറ്റം ലൈക്കോപോഡിയം 30. ഓ ഡോക്ടർ സൗണ്ട് പോയി.
ജോളി ഡോക്ടറെ ഇതായതേ ഇതൊന്ന് അതിൽ തന്നെ വെച്ചോളൂ കേട്ടോ. അത് എനിക്ക് പറയാനുള്ള ഡിസ്ക്രിപ്ഷനിലാണ്. ഞാനിപ്പോ ഹൈപ്പോ തൈറോയിഡിസം വേഗം പറയാൻ പോവാണ്. ഇത് കഴിഞ്ഞു. ഇത് നിങ്ങൾ നോക്കി എടുത്തു വെച്ചോളൂ. കാരണം മെഡിസിൻസ് ഒക്കെ ഞാൻ അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ആണ് ഹഷിമോട്ടോസ്. ഹഷിമോട്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു എന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്. അവിടെ അത് ഹൈപ്പോ തൈറോയിഡിസം ആണ്. ഹൈലി ഇൻഫ്ലമേഷൻ ടു തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. അപ്പോ അവിടെ ഞാൻ പറഞ്ഞത് TSH നോർമൽ ആണെങ്കിലും വിട്ടുകൊടുക്കരുത്. സിംറ്റംസ് ഉണ്ടോ അപ്പൊ തന്നെ ആന്റി തൈറോപൈറോക്സിഡേസ് ആന്റിബോഡിയും ആന്റി തൈറോഗ്ലോബുലിൻ ആന്റിബോഡിയും നോക്കിയിരിക്കണം. മസ്റ്റായി നോക്കിയിരിക്കണം. കാരണം എല്ലാം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അതാണ് നമുക്ക് ബ്ലഡിൽ തന്നെ കണ്ടുപിടിക്കാം. ക്യാൻസർ കണ്ടുപിടിക്കാം. നേരത്തെ കണ്ടുപിടിക്കാം. വിടുമ്പോ കണ്ണിന് പ്രശ്നം തോന്നുന്നു ഡോക്ടറെ. അങ്ങനെ ഓടിച്ചു വിട്ടിട്ടുണ്ട് കാര്യം ക്ലിയർ ആവുന്നില്ല. എനിക്ക് തോന്നുന്നു സ്ക്രീൻ വെച്ചല്ല മാഡം പറയുന്നത്. അയ്യോ ക്ലിയർ ആവുന്നില്ലെന്ന്. ഇപ്പൊ ക്ലിയറാ പറഞ്ഞോ. അപ്പൊ കേട്ടോ. അപ്പൊ ഹൈപ്പോതൈറോയിഡിൽ നമ്മൾ ആദ്യമായിട്ട് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം തന്നെ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കുന്ന സ്റ്റേജാണ് ഞാൻ പറയുന്നത്. കേൾക്കാണ്ട? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ മാഡം? ഹലോ, കേക്കാം, പറഞ്ഞോ. കേൾക്കുന്നുണ്ട്. തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. അയോഡിൻ കടലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കടലിൽ മഴവെള്ളത്തിൽ ഭൂമിയിൽ വന്ന് വീണിട്ട് അതിൽ നിന്ന് പച്ചക്കറികളിലും പശുവിന്റെ പാലിലെന്നും ഒക്കെയാണ് അയോഡിൻ നമ്മുടെ വയറിന്റെ ഉള്ളിൽ കയറുന്നത്. അയോഡിൻ വയറിന്റെ ഉള്ളിൽ കയറുന്നത് അയോഡൈഡായിട്ടാണ്. 2 അയോഡിൻ ചേർന്ന് നിന്നിട്ടാണ്. കാരണം അയോഡിൻ ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല. ഔട്ടറിൽ 7 എണ്ണം ഉള്ളു. അപ്പൊ അയോഡൈഡായിട്ട് വയറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവർ തൈറോയ്ഡ് ഗ്ലാൻഡിലോട്ട് എങ്ങനെയാണ് കയറുന്നതെന്ന് അറിയാമോ? തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഒരു സോഡിയം അയഡിൻ സിംപോർട്ട് കാരിയർ ഉണ്ട്. ആ കാരിയറിൽ അയണ് നാട്രോൺ, അവിടെ സോഡിയം വിചാരിച്ചാലേ അയഡിനകത്ത് കയറാൻ പറ്റുള്ളൂ. കണ്ടാ, നമ്മൾ അതാണ് എക്സ്പ്ലനേഷൻ. അത് വന്നില്ലെങ്കിൽ എന്താണ് ഇതൊക്കെ വിചാരിക്കും. സോഡിയം അയോഡിൻ സിംപോർട്ട് കാരിയറിലോട്ട് സോഡിയം അയോഡിന്റെ സെൽസ് കയറ്റി വിടും. ഗ്ലോബലിനും ഒരുമിച്ച് മൂവ് ചെയ്ത് കോളോയിഡിന്റെ സൈഡിലോട്ട് ചെല്ലും. മാഡം, നമുക്ക് ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. മാഡം നമുക്ക് ഒന്നുകൂടെ പറയണം. അയഡൈഡായിട്ട് കയറിയിട്ട് ആ സോഡിയമായിട്ടുള്ള ആ ഒരു ഇവിടം വരെ നമ്മൾ കേട്ടുള്ളൂ. മാഡം പറയൂ. അത് ഒന്നുകൂടെ പറയണേ. അയോഡിൻ ഭക്ഷണത്തിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലോട്ട് കയറിയിട്ട് സോഡിയം അയോഡിൻ സിംപോർട്ട് കാരിയർ വഴി തൈറോയ്ഡ് ഫോളിക്കുലാർ സെൽസിലോട്ട് കയറും. അവിടെ ഒരു തൈറോഗ്ലോബുലിൻ ഉണ്ട്. ആ തൈറോഗ്ലോബുലിൻ ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ ഈ അയോഡിനെ ഫിക്സ് ചെയ്യാനുള്ള വെറും ഒരു പാത്രമാണ്. അപ്പൊ തൈറോഗ്ലോബുലിൻ അയോഡിനും കൂടി ചെല്ലും. അപ്പോൾ അയോഡിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഓക്സിഡേഷൻ ഓഫ് അയോഡിൻ. അവിടെ എന്താണ് അയോഡിൻ സംഭവിക്കുന്നത്? അയോഡിന്റെ എല്ലാ ഇലക്ട്രോണുകളെയും കളയുന്നു. തീ കത്തിച്ചാണ് കളയുന്നത്. നമ്മളൊരു കോഴീനെയൊക്കെ കൊന്നിട്ട് അതിന്റെ തൂവലൊക്കെ പറിക്കൂലേ, അതുപോലെ ഈ അയോഡിനെ ദ്രോഹിക്കുകയാണ് ആക്ച്വലി. അയോഡിന്റെ ഔട്ടറിലുള്ള 7 ഇലക്ട്രോണുകളെയും നശിപ്പിച്ച് അതിനെ പോസിറ്റീവ് ആക്കി എടുക്കുകയാണ്. അവിടെ അയോഡിനെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നുണ്ട്. അതാണ് അയോഡിൻ കയറാൻ സമ്മതിക്കാൻ സോഡിയം പിടിച്ചു കയറ്റുന്നത്. അയോഡിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, ദ്രോഹമാണ്. പക്ഷെ അവിടെ എങ്ങനെയാണ് അതിനെ കത്തിക്കണ ഓക്സിഡേഷൻ നടത്തുന്നത്? തൈറോ പെറോക്സിഡേസ് എന്ന് പറഞ്ഞൊരു കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റ് രാസപ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന ഒരു എൻസൈമാണ്. അപ്പോ തൈറോ പൈറോക്സിഡേസ് ഇതിനെ നമ്മുടെ അയോഡിനെ ഓക്സിഡൈസ് ചെയ്യും. ഓക്സിഡേഷൻ എല്ലാ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് പോസിറ്റീവ് ആക്കും.
കാരണം ഇലക്ട്രോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ സെൽസിൽ ന്യൂട്രോണും പ്രോട്ടോണും അല്ലേ ഉള്ളു. പ്രോട്ടോൺ പോസിറ്റീവ് ആണ്, ന്യൂട്രോൺ ന്യൂട്രലാണ്. അപ്പൊ അതിനെ തീ കത്തിക്കുകയാണ് ശരിക്കും അതിന്റെ അർത്ഥം. അപ്പൊ അതിനെ ശരിക്കും ഒന്ന് വേവിക്കും അല്ലെ, നമ്മള് ഇറച്ചിയൊക്കെ വേവിക്കണമല്ലോ. അത് എവിടെ വെച്ചാണ് ചെയ്യണത്? ഈ തൈറോഗ്ലോബുലിന് കുറെ തൈറോസിൻ ഉണ്ട്. തൈറോസിൻ എന്ന് പറഞ്ഞാൽ ചെറിയ അമിനോ ആസിഡ്സ് തന്നെയാണ്. അവിടെയാണ് അയഡിൻ ഇങ്ങനെ ഫിക്സ് ചെയ്യണത്. അപ്പോ ഈ ഓക്സിഡേഷൻ പ്രക്രിയയാണ് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിൽ ആന്റിബോഡി തടയുന്നത്. പിന്നെ ഫർദർ പ്രൊഡക്ഷൻ ഇല്ല. ആന്റിബോഡി ഈസ് വർക്കിംഗ് വേർ അയോഡിനേഷൻ ടേക്സ് പ്ലേസ് അല്ലെ. അയോഡിനെ ഓക്സിഡേഷൻ നടത്തുന്ന ആ പ്രക്രിയ തൈറോപൈറോക്സിഡൈസ് എന്ന് പറഞ്ഞ് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു എൻസൈമാണ്. ആ എൻസൈം കത്തിച്ച് ഇതിന് ഇലക്ട്രോൺസ് കളയും. ആന്റിബോഡി അവിടെയാണ് തടയുന്നത്. അതാണ് നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ആന്റി തൈറോപൈറോക്സിഡൈസ് ആന്റിബോഡി എന്ന് എഴുതുന്നത്. ആന്റി തൈറോപൈറോക്സിഡൈസ്. അപ്പൊ ആന്റിബോഡി ഉണ്ടായി നമുക്ക് മനസ്സിലായി. ആന്റിബോഡിയുടെ വർക്ക് ചെയ്യാനാണ്. ഹോർമോൺ ഉണ്ടാക്കണില്ല. ഹൈപ്പോതൈറോയിഡിസം, തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാവുന്നില്ല. സ്റ്റേജ് അവിടെ വെച്ച് നിന്നുപോയി. കത്തിച്ച് കഴിഞ്ഞിട്ട് പകുതിയാക്കിയിട്ട് നിന്ന് അപ്പൊ ആന്റിബോഡി വരും. നമ്മുടെ ബോഡി ശരീരത്തിലെ ആന്റിബോഡി തന്നെയാണ്. ഞാൻ ഓട്ടോഇമ്യൂണിൽ ബേസ് ഇട്ടിട്ടുണ്ട്. അത് പല തരത്തിലാണ് ആക്രമിക്കുന്നത്. ഈ ആക്രമണം അതിശക്തമാണ്. ഈ ആക്രമണം കൊണ്ട് കംപ്ലീറ്റ് അത് തടഞ്ഞു കളയും. അപ്പോഴാണ് നമുക്ക് തൈറോപൈറോക്സിഡൈസ് ആന്റിബോഡി ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ലേ. പിന്നെ നമുക്ക് ഒരു ആന്റിബോഡിയും കൂടി ഉണ്ടായില്ല, തൈറോഗ്ലോബുലിൻ ആന്റിബോഡി അല്ലെ. ഇത് ആന്റി TPO ആന്റിബോഡിയാണ്. ആന്റി TPO ആന്റിബോഡിനെ ആന്റി മൈക്രോസോമൽ ആന്റിബോഡി എന്നും കൂടി പറയും. രണ്ടും ഒന്നാണ്, രണ്ടായിട്ട് എഴുതരുത്. ആന്റി മൈക്രോസോമൽ ആന്റിബോഡി, ആന്റി തൈറോപൈറോക്സിഡൈസ് ആന്റിബോഡി അയോഡിന്റെ ഓക്സിഡേഷൻ തടയും. ഇനിയിപ്പോ ആ ആന്റിബോഡി അവിടെ ഇല്ല. അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോവുകയാണ്. എന്താണ്? ഈ തൈറോഗ്ലോബുലിനുള്ള തൈറോസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ്സിലോട്ട് ഈ അയോഡിനെ നമ്മൾ ഫിക്സ് ചെയ്യും. ചില അയോഡിനെ രണ്ടാക്കി ഫിക്സ് ചെയ്യും, രണ്ടെണ്ണം കൂട്ടി ഫിക്സ് ചെയ്യും. ചിലതിനെ ഒരെണ്ണമാക്കി ഫിക്സ് ചെയ്യും. മേലെ ഈ തൈറോസിനിലോട്ടാണ് കേട്ടോ. തൈറോഗ്ലോബുലിന്റെ ഉള്ളിലെ തൈറോസിൻ, അതായത് നമ്മളൊരു കറിയൊക്കെ വെക്കുമ്പോൾ ഒരു ഗ്രേവി ഉണ്ടാകും. അതിലോട്ട് ഇറച്ചി കഷ്ണം വെക്കണ പോലെയാണ് ഈ ഗ്രേവി എന്ന് പറയാൻ തൈറോസിനാണ്. അതിനുള്ളിലോട്ട് ഈ ഇലക്ട്രോൺ കളഞ്ഞ അയോഡിനെ ഫിക്സ് ചെയ്യും. അവിടെയും ഒരു ആന്റിബോഡി ഉണ്ട്. ഈ ആന്റിബോഡി എന്ത് പറയും? നോ, ഫിക്സ് ചെയ്യണ്ട. നിങ്ങൾ അയോഡിനേഷൻ ഒക്കെ കഴിഞ്ഞ് ഇലക്ട്രോൺസ് ഒക്കെ കളഞ്ഞ് എല്ലാം ശരിയാണ്. പക്ഷെ ഐ വിൽ നോട്ട് അലൗ ടു ഫിക്സ് ഇൻ ദ തൈറോഗ്ലോബുലിൻ. തൈറോഗ്ലോബുലിൻ ഫിക്സ് ചെയ്യാൻ സമ്മതിക്കൂല ഈ ആന്റിബോഡി. ആ ആന്റിബോഡിയുടെ പേരാണ് ആന്റി തൈറോഗ്ലോബുലിൻ ആന്റിബോഡി. അപ്പൊ ഈ രണ്ട് ആന്റിബോഡി ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും. നേരത്തെ ചെക്ക് ചെയ്ത തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഡിസ്ട്രക്ഷൻസ് മുഴുവൻ കളയാം. ലേറ്റ് ആയിട്ടാണെങ്കിൽ ഡിസ്ട്രക്ഷൻ മുഴുവൻ കഴിഞ്ഞ് ഹഷിമോട്ടോസ് എന്ന് പറഞ്ഞ് ഇരിപ്പേ ഉണ്ടാവുള്ളൂ. കാരണം എല്ലാ ഡിസ്ട്രക്ഷനും കഴിഞ്ഞ് അത്രയ്ക്ക് സിവിയർ ഡിസ്ട്രക്ഷൻ ആണ്. തൈറോഗ്ലോബുലിനെയും ആക്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ രണ്ട് ആന്റിബോഡി ഇവിടെ കിട്ടിയത്. കണ്ട, തൈറോഗ്ലോബുലിൻ ആന്റിബോഡി അത്രേ ഉള്ളൂ. രണ്ട് ആന്റിബോഡിയാണ് ഭാഗ്യത്തിന് ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉള്ളൂ. പിന്നെ മൂന്നാമത് ഒരെണ്ണം ഉണ്ട്, പക്ഷെ ഞാൻ പിന്നെ പറയാം. ഇത് മേജറാണ്. അപ്പൊ ഈ രണ്ട് ആന്റിബോഡി അവിടെ ഇല്ല എന്ന് വെച്ചാൽ എന്താണ്? ഫിക്സ് ചെയ്തല്ലേ. അപ്പൊ തൈറോഗ്ലോബുലിനെ ഫിക്സ് ചെയ്യാൻ സമ്മതിക്കും. ഓക്സിഡൈസ് ചെയ്ത അയോഡിനെ തൈറോസിനിൽ ഫിക്സ് ചെയ്യും. രണ്ടെണ്ണം ഫിക്സ് ചെയ്ത് ഉണ്ടാവും, ഒരെണ്ണം ഫിക്സ് ചെയ്ത് ഉണ്ടാവും. രണ്ടെണ്ണം ഫിക്സ് ചെയ്തതിന് നമ്മൾ ഡൈ അയോഡോ തൈറോസിൻ എന്ന് പറയും. ഒരെണ്ണത്തിനാണെങ്കിൽ മോണോ അയോഡോ തൈറോസിൻ എന്ന് പറയും. അപ്പൊ ഡൈ രണ്ട്, ഒരു മോണോ, മൂന്നായില്ലേ. അപ്പൊ ട്രൈ മൂന്ന്, ട്രൈ അയോഡോ തൈറോസിൻ. തൈറോയിഡിന്റെ സ്റ്റേജ് ഹോർമോൺ. സ്റ്റേജ് ഇത്ര സിമ്പിൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരു രണ്ട് ചേർത്ത തൈറോസിൻ അല്ല, അടുത്ത വീണ്ടും വീണ്ടും പോയി. വീണ്ടും പ്രശ്നമാണ്.
അപ്പോ സ്ട്രീമിലോട്ട് ഇട്ട് കഴിയുമ്പോഴാണ് മാഡം T3 മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഡോക്ടറെ അത് മാഡം ഇത് ബ്രേക്കായി കേട്ടിട്ടില്ല കണ്ടില്ലേ? മാഡം. മാഡം ഇടയ്ക്കൊന്നും കേൾക്കാതെയായി പോയായിരുന്നു. നമ്മുടെ മോണോ ഐഡോ അപ്പൊ തൈറോസിൻ വരെ അപ്പൊ ഞാൻ ഇതും കൂടി പറയാം. മോണോ വരെ കേട്ടുള്ളൂ. ഡൈ പറഞ്ഞു മോളെ. അതായത് ഡൈ ആ, ഐഡോ തൈറോസിൻ 2 എണ്ണം, ര- ഒരെണ്ണത്തിന് 3. അവിടം വരെ ആ, കേട്ടുള്ളൂ. രണ്ട് ആ, രണ്ട് പിന്നെ അത് തന്നെ പോയിരുന്നു. വീണ്ടും പ്രോബ്ലം ഉണ്ട്. അല്ല അഞ്ഞൂറല്ല. ആ ആ 2 ഡൈ ചേർന്ന് കഴിഞ്ഞാല് ഒരു ടെട്രായി. ടെട്രാ രണ്ടെണ്ണം. ഒരു ഡൈ എന്ന് പറഞ്ഞാൽ 2 അങ്ങനെ 2 എണ്ണം ചേരുമ്പോ ഒരു ടെട്രായിഡോ തൈറോനിനാവും. 2 എണ്ണം. ഒരു തൈറോസിൽ 2 എണ്ണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണത്തിന് ചേർക്കുമ്പോ നമുക്ക് ടെട്രായിഡോ തൈറോനിൻ. തൈറോസിൻ മാറി തൈറോനിനാവും. ചേർന്ന് രണ്ടെണ്ണം ചേരുമ്പോ ടെട്ര 4. 2 ചേരുമ്പോ ഒരു ടെട്ര. ആ ടെട്രയാണ് T4. 4 അയോഡിൻ ആറ്റം ഉണ്ടല്ലേ. 2 അയോഡിൻ ആറ്റം, 2 അയോഡിൻ ആറ്റം ആകുമ്പോൾ 4 ആയി. ഒരു മോണോയും ഒരു ഡൈയും കൂടി ചേർന്നാൽ ട്രൈ അയോഡോ 3. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരു 3 കിട്ടണം. ഒരു 4 കിട്ടും. ആ 4 ബ്ലഡ് സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു അയോഡിൻ ആറ്റം കളഞ്ഞ് T3 ആയി സെൽസിൽ പോയി മൈറ്റോകോൺട്രിയനെ ഉത്തേജിപ്പിച്ച് ഓക്സിജന്റെ അളവ് കൂട്ടി കംപ്ലീറ്റ് മെറ്റബോളിസം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു മെറ്റബോളിസം എന്താണെന്ന്. എല്ലാത്തിനെയും അതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് അബ്സോർബിൾ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റും. കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലൈക്കോജൻ അല്ലെ. ഫാറ്റിനെ കൊഴുപ്പിനെയൊക്കെ നമുക്ക് അമിനോ ആസിഡ്സ് ആയിട്ട് മാറ്റും. പിന്നെ ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറൈഡ്സ് ആയിട്ട് മാറ്റും. അങ്ങനെ ബോഡിക്കുള്ള എല്ലാ ന്യൂട്രീഷൻസും കൊടുക്കണമെങ്കിൽ തൈറോയിഡ് വേണം. സോ തൈറോയിഡ് ഈസ് ദ കിങ് ആണ്. എൻഡോക്രൈനുകളിലെ കിങ് ആണ് തൈറോയിഡ്. പിന്നെ നമ്മൾ അത് ക്ലിയർ ആയോ? ഇത്രയും ഹൈപ്പർ ആൻഡ് ഹൈപ്പോ തൈറോയിഡിസം അതിന്റെ അപ്പൊ നമ്മളത് ഇത് ശരിക്കും ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് അത്രയും ഒരു ഒരു 1 ഡേ സെമിനാർ ആണ് ആക്ച്വലി നമ്മളത്. പക്ഷെ എനിക്ക് ഹാഷിമോട്ടോ തൈറോയിഡിസ് എങ്ങനെയാണ് ഈ ഏത് സ്റ്റേജിലാണ് ആന്റിബോഡി വർക്ക് ചെയ്യണമെന്ന് മാത്രമാണ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആന്റിബോഡി എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? തൈറോയിഡ് ഓക്സിഡേഷൻ ഓഫ് അയഡിൻ, ഇലക്ട്രോൺസ് പറിച്ചു കളയുന്ന സ്റ്റേജിൽ പൈറോക്സിഡേസ് ആണ് അവിടെ കാറ്റലിസ്റ്റ്. അതിനെ സമ്മതിക്കില്ല ആക്ട് ചെയ്യാൻ ആന്റിബോഡി. അതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ അതിന്റെ ആന്റിബോഡി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഹാഷിമോട്ടോസ് എന്ന് പറയും. നമ്മൾ ഹാഷിമോട്ടോസിന്റെ ഏറ്റവും നല്ല മരുന്ന് എന്താണ്? അക്കോണൈറ്റം ലൈക്കോട്ടോണം. വളരെ എഫക്റ്റീവ് ആണ്. ഹാഷിമോട്ടോ തൈറോയിഡിറ്റിസ് അക്കോണൈറ്റം ലൈക്കോട്ടോണം. പിന്നെ അവിടെ എന്താ മരുന്ന് വരുന്നത്? സ്പോഞ്ചിയ, ടിഞ്ചർ കൊടുക്കാം. റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് അയോഡിൻ ആണ്. റിച്ചസ്റ്റ് സോഴ്സ്. പിന്നെ നമുക്ക് ഇൻഡിക്കേഷൻ അയോഡിൻ ആണെങ്കിൽ അയോഡിൻ 1 അല്ലെങ്കിൽ 30 എന്ത് വേണമെങ്കിലും അയോഡിൻ കൊടുക്കാം. പക്ഷെ അയോഡിനും ടിഞ്ചറും തന്നെ നല്ലതുണ്ട്. 3 ഡ്രോപ്സ് നമ്മൾ പാലിലൊക്കെ കൊടുക്കും ഹാഷിമോട്ടോസിൽ കേട്ടോ. പിന്നെ അതിന്റെ ബേസ് ഹാഷിമോട്ടോസിൽ നമുക്ക് എപ്പോഴും അക്കോണൈറ്റിൽ ലൈക്കോട്ടോണം മാത്രമേ പ്ലാന്റിലൊന്നുള്ളൂ. ബാക്കി എല്ലാം തന്നെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യത്തിനോട് മിക്സ് ചെയ്ത മരുന്നുകളാണ് മുഴുവനും. കാരണം എന്താണ്? എല്ലാം കടലിൽ എന്താണ്? സെപ്പിയ കോംപ്ലിമെന്ററി ടു നാട്രമ്യൂറോട് എന്താണ്? കടലിൽ നിന്ന്. സെപ്പിയ കടലിൽ നിന്ന്. പിന്നെ അതുപോലെ ഫ്യൂക്കസ് ഉണ്ട്. അത് സീ കെൽപ്പാണ്, കടൽ പായലാണ്. ഏറ്റവും കൂടുതൽ അയോഡിൻ ഉള്ളത് കടൽ പായലുകളിലാണ്. സീ കെൽപ്പ്, അതാണ് നമ്മുടെ ഫ്യൂക്കസ്. അതുവരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഗോയിറ്ററിന്. അപ്പൊ ഗോയിറ്ററിനും ഹാഷിമോട്ടോ തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡ് എന്തൊക്കെ മരുന്ന് നമ്മൾ ഉപയോഗിക്കണം അത് മുഴുവൻ കടലിലാണ്. അപൂർവം 2-3 പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. ഹൈപ്പർ തൈറോയിഡിസത്തിന് ലൈക്കോപ്പസ് വെർജീനിക്ക്, ഹൈപ്പോ തൈറോയിഡിസത്തിന് നമ്മൾ അക്കോണൈറ്റം ലൈക്കോട്ടോണും കൊടുക്കും. നമ്മൾ ഒറ്റ കാര്യമുണ്ട്, മരുന്നുകൾ വായിക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ പക്ഷെ കാണുന്നത് എന്താണ്? ഗോയിറ്ററാണ്.
ഗോയിറ്റർ സിമ്പിൾ ഗോയിറ്റർ ആണ്, പക്ഷെ ഗോയിറ്റർ ഭയങ്കര പ്രശ്നക്കാരനാണ്. കാരണം എന്താന്ന് വെച്ചാൽ കുറെ കാലം ചെറിയ യൂത്തൈറോയ്ഡ് സ്റ്റേജ് എന്ന് പറയും അതിന്. നമ്മൾ യൂത്തൈറോയ്ഡ് സ്റ്റേജ് പഠിച്ചിരിക്കണം. ആ യൂത്തൈറോയ്ഡ് സ്റ്റേജാണ് നമ്മളുടെ പ്രതിരോധമായിട്ട് നമ്മൾ ഈ രോഗിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഫാമിലി ഹിസ്റ്ററിയിൽ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ഈ യൂത്തൈറോയ്ഡ് എങ്ങനെയാണ്, TSH നോർമൽ ആയിരിക്കും, നോക്കുമ്പോൾ തൈറോയ്ഡ് ഫംഗ്ഷൻ കുഴപ്പമില്ല, പക്ഷേ ഗ്ലാൻഡ് ചെറുതായിട്ട് എൻലാർജ് ചെയ്യും, അയോഡിനെ മുഴുവൻ അബ്സോർബ് ചെയ്യാൻ പറ്റാണ്ടാവും. കാരണം അവരുടെ ഫാമിലി ഹിസ്റ്ററിയിൽ യൂത്തൈറോയ്ഡ് സ്റ്റേജ് ഉണ്ട്. അപ്പോ നമ്മൾ അപ്പോൾ തന്നെ ഒരു കേസ് തൈറോയിഡിന്റെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് അല്ല ചെക്ക് ചെയ്യേണ്ടത്. ആക്ച്വലി ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ TSH നോർമൽ ആണ്, പക്ഷെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ആണ്. അപ്പോൾ തന്നെ അവിടെ എൻലാർജ്മെന്റ് വന്നു കഴിഞ്ഞു, ചിലപ്പോൾ നോഡ്യൂൾ വരെ വരും. എനിക്ക് എന്റെ കേസ് മിഞ്ഞാവുന്ന ഒരു പെൺകുട്ടി വന്നു, TSH നോർമലാണ്, പക്ഷെ അവർ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മെലിഞ്ഞ് ക്ഷീണിച്ച് പിന്നെ മുടിയൊക്കെ കോഴ്സായി ഒരു തൈറോയിഡിന്റെ ഒരു ഫീച്ചേഴ്സ്. എന്നാൽ T3 നോർമലാണ്. ഒരിക്കലും അപ്പൊ എല്ലാവർക്കും കുഴപ്പമില്ല, വെറുതെ പറയുന്ന ക്ഷീണം എന്നൊക്കെ പറയും. അപ്പൊ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പോയിട്ട് ആന്റിബോഡി ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. വന്നപ്പോൾ ഒരു സിംറ്റം ഇല്ലാത്ത ആൾക്ക് ആന്റിബോഡി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആന്റിബോഡികളെ നേരത്തെ കണ്ടുപിടിക്കണം. നമുക്ക് ഈസിയാണ്, ഇനി വരാൻ പോകുന്നതിന്റെ തുടക്കം കിട്ടുകയാണ്, മറ്റേത് അവസാനം കിട്ടിയിട്ട് എന്താ കാര്യം. അതുകൊണ്ടാണ് ഈ തൈറോയ്ഡ് ഇത്രയും ഡെപ്തിൽ പഠിച്ചത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയേക്കുന്നത്, നമ്മൾക്ക് നേരത്തെ കണ്ടുപിടിക്കാനുള്ള എല്ലാ മെത്തേഡ്സും ഇവിടെ തന്നെ ഉണ്ട്. യൂത്തൈറോയ്ഡിലാകുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം. കാരണം ചില പേഷ്യന്റ് വരുമ്പോ എന്താണെന്ന് അറിയാമോ, അവരുടെ തൈറോയ്ഡ് വളർന്നിട്ട് റീട്രോസ്റ്റൈനൽ എക്സ്റ്റൻഷൻ, തൈറോയ്ഡ് തൊറാക്സിലോട്ട് ഇറങ്ങി മീഡിയാസ്റ്റൈനത്തിൽ വരെ ഇറങ്ങി നിൽക്കുന്ന കേസ്. അപ്പൊ എന്താ ഇത്രയും കാലം ഇങ്ങനെ കൊണ്ടുവരുന്നത്? പറയും ഡോക്ടർ നോക്കിയിട്ട് പറയുന്നു ഒരു കുഴപ്പമില്ലല്ലോ, ഹോർമോണൊക്കെ കറക്റ്റ് ആണ്. ഹോർമോൺ കറക്റ്റ് ആണ്, ഇത് പോയിട്ടല്ലേ എങ്ങനെ കിട്ടാനാണ് ബ്ലഡില്? TSH കിട്ടൂല. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, തൊണ്ടയിലോട്ട് ഇറങ്ങി, എന്നാലും മെഡിസിൻ തരാം എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് എവിടെയും ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ അപ്പൊ ഗോയിറ്റർ എങ്ങനെയാന്ന് വെച്ചാൽ കുറെ കാലം ഇങ്ങനെ യൂത്തൈറോയ്ഡ് ഇങ്ങനെ എൻലാർജ് ചെയ്ത് നിൽക്കുമ്പോ നോഡ്യൂൾസ് വരും. ആ നോഡ്യൂൾസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ എന്നെ ഈ നോഡ്യൂൾസ് പറയും, ഡോക്ടറോട് പറയും ഒന്നും ചെയ്യാൻ നിൽക്കുന്നത്. പിന്നെ കോമ്പിനേഷൻ അപ്പൊ ലയിപ്പിച്ച് കളയാൻ പറ്റും, നമുക്ക് രക്ഷിക്കാൻ പറ്റും. വീണ്ടും ഔട്ടായി. നമുക്കിനി 3 മിനിറ്റ് ആണുള്ളത്. അറിയാമോ ഡോക്ടറെ, ഇനി കൺക്ലൂഡ് ചെയ്തിട്ട് ഡോക്ടറോട് വേണമെങ്കിൽ റിക്വസ്റ്റ്, നമുക്ക് ഇനി ഇതൊന്ന് ഓടിച്ചെങ്കിലും ഒരു ക്ലാസ്സിലൊന്ന് ഓടിച്ചെങ്കിലും പറഞ്ഞെങ്കിലേ കുറച്ചും കൂടി നല്ല ക്ലാസ് ആണ്. ഒത്തിരി നല്ല കണ്ടന്റ് ഉള്ള ക്ലാസ്, പക്ഷെ അത് വൃത്തിയായിട്ട് നമുക്ക് ആസ്വദിച്ച് കേൾക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരു കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു കുഴപ്പമില്ല പറയാൻ പോകുന്നത് കേട്ടാ. ഇല്ല മാഡം, അതില് ഇച്ചിരി പ്രശ്നം വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നതില് തൈറോയ്ഡ് എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ നോഡ്യൂൾ വരും എന്ന് വരെ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. അതിന്റെ ബാക്കി ഞങ്ങൾ കേട്ടിട്ടില്ല. കേൾക്കാവോ മാഡം? റേഞ്ചില്ല. അറിയാമോ ഡോക്ടറെ, ഇന്ന് കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ മാഡത്തിനോടൊന്ന് പറയാന്ന് വെച്ചായിരുന്നു. അല്ല, നമുക്ക് ഇനി അത് കാര്യം ഒന്നും കൂടി ഒന്ന് കേട്ടാലേ ഇത് കുറച്ചും കൂടി എല്ലാം ഇങ്ങനെ മുറിഞ്ഞ് കട്ടായിപ്പോയി.
ഡോക്ടർ ഇനി വരുമ്പോ ഒന്ന് സംസാരിച്ചു. അത് അങ്ങനെ അങ്ങ് നിർത്താം. നമുക്ക് ഇന്നത്തെ 29 ആകുകയും ചെയ്തു. മ്യൂട്ടില്ലല്ലോ, മ്യൂട്ടായിട്ട് കേൾക്കാൻ പറ്റില്ലേ? ഇല്ല മാഡം, ഒന്നും കേൾക്കില്ല. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് 1 മിനിറ്റ് നമുക്ക് ഇന്നത്തെ സമയമുള്ളത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഈ ക്ലാസ് വിശദമായിട്ട് മാഡം എടുക്കണം. ഈ ക്ലാസ്സേ മാഡം ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. കേൾക്കുന്നില്ലെന്നോ? കേൾക്കുന്നില്ല. ഇനി ധനേഷ് ഡോക്ടർ എങ്ങാനും ഫോണിൽ വിളിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇനി ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ മതി പറയാമോ ഡോക്ടർ? ഇപ്പൊ നമ്മൾ സമയമായല്ലോ, നമുക്ക് വൈൻഡപ്പ്. ധനേഷ് ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ ജോളിയെ ഫോണിൽ വിളിച്ചാലേ അതായിരിക്കും ബുദ്ധിന്ന് തോന്നുന്നു. കാരണം നമ്മൾ പറയുന്നതും ഡോക്ടർക്ക് കേൾക്കുന്നില്ല. അപ്പൊ ഇത് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തോ, അതാ നല്ലത്. ധനേഷ് ഡോക്ടർ ഉണ്ടോ? ധനേഷ് ഡോക്ടർ ജോളി ഡോക്ടറിന്റെ വേറൊരു ഇതിൽ നിന്ന് കേറിയിട്ടുണ്ടല്ലേ? അത് വേറെ ആണോ? ഇത് ആ ഡോക്ടറാണോ? ജോളി മാം, വെരി ഇൻട്രസ്റ്റിംഗ് ക്ലാസ്, പ്ലീസ് എക്സ്പ്ലെയിൻ. അതെ, ജോളി ഡോക്ടർ കേറിയിട്ടുണ്ട്. ഉണ്ട്, പക്ഷെ അപ്പോഴും റേഞ്ച് ഇല്ല. അജിന ഡോക്ടർ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഇനി എത്തുന്നില്ല. അല്ല, ഇതിപ്പോ അൺമ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു ഡോക്ടറെ. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് കോഹോസ്റ്റ് ആക്കി കൊടുക്കൂ. കേൾക്കണ്ട്. അതും അതായത് മെഡിസിൻസ് കൂടെ നമ്മൾക്ക് പറയാനില്ല. മാഡം, ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. ഞങ്ങൾക്ക് കുറെ ഭാഗം കേട്ടിട്ടില്ല. അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ ഈ പോർഷൻ തന്നെ ഒന്ന് എടുത്താൽ വലിയ ഉപകാരമായിരിക്കും. എടുക്കാം. മാഡം, അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ചെയ്യേണ്ട ഒരു പ്രോസസ്. ഇന്ന് നമുക്ക് ഇന്നിപ്പോ നമുക്ക് ഇവിടെ നിർത്താം. സമയമായി, നമ്മുടെ 30 അപ്പൊ ഇന്ന് ഇവിടെ നിർത്തിയിട്ട് ഈ ക്ലാസ് ഒന്നുകൂടെ നല്ല നല്ല അറിവ് തരുന്ന ക്ലാസ് ആണ്. അത് ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിന്ന് പോയത് കൊണ്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നിട്ടില്ല. അപ്പം നമുക്ക് ഒന്നും കൂടെ ഈ ക്ലാസ് എടുക്കുന്ന വലിയ ഉപകാരം. ഇന്ന് നമ്മളിപ്പോ ഈ ക്ലാസ് നിർത്തുവാണ്. അപ്പം നന്ദി പറയുന്നതിന് ശൈല ഡോക്ടറെ ക്ഷണിക്കുകയാണ്. മാഡത്തിന് നന്ദി പറയാൻ. നന്ദി പറഞ്ഞാലും ഡോക്ടർക്ക് അങ്ങ് എത്തുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് ഡോക്ടർ തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരുന്ന 2ാം ഭാഗമാണ്. തൈറോയിഡിനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടും വളരെ നല്ല രീതിയിലുമാണ് ഡോക്ടർ ക്ലാസ് എടുത്തത്. പക്ഷേ ഈ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ കാര്യമായി ആസ്വദിച്ച് നമുക്കിത് കേൾക്കാൻ പറ്റിയില്ല. പല ഭാഗത്തും മുറിഞ്ഞ് പോയി. എന്തായാലും വളരെ നല്ല ഒരു ക്ലാസ് എടുത്ത ജോളി ഡോക്ടർക്ക് IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഡോക്ടർ ഇനിയും ഈ ഒരു ക്ലാസ്സുമായിട്ട് ഒരു ദിവസം കൂടി വരണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദി രേഖപ്പെടുത്തും. നന്ദി, ശൈല ഡോക്ടർക്ക് നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഇന്നിപ്പോൾ സമയമായി. നമ്മുടെ 1932 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ ഓട്ടോഇമ്യൂൺ ഡിസീസിന്റെ തുടക്കം തന്നെ വളരെ നല്ലൊരു ക്ലാസ്സാണ് മാഡം നമുക്ക് തന്നത്. തുടർന്നും മാഡത്തിൽ നിന്ന് നല്ല നല്ല ക്ലാസ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.